മലപ്പുറം പെരിന്തൽമണ്ണയിൽ 2 പതിറ്റാണ്ട് മുൻപ് ഒരു യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. പുത്തങ്ങാടിയിലെ റബ്ബർ തോട്ടത്തിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ആ പെൺകുട്ടി. ഇതിന് പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കേസിലെ പ്രധാന സാക്ഷി മരിക്കുന്നു. ഈ 2 മരണങ്ങളുടെയും ചുരുളഴിക്കാൻ CBI അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഈ കേസിൽ പോലീസ് വ്യാജമായി പ്രതി ചേർക്കാൻ ശ്രമിച്ച 80-കാരൻ P. അബ്ദു 2 പതിറ്റാണ്ടായി നടത്തിയ നിയമപോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടത്. 2004 ഡിസംബർ 28-നാണ് പെരിന്തൽമണ്ണ കുളത്തൂർ പൊതുറോഡിനോട് ചേർന്ന റബ്ബർ തോപ്പിൽ 35 വയസ്സ് തോന്നിക്കുന്ന യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ജീപ്പിൽ അജ്ഞാതർ മൃതദേഹം കൊണ്ടുവന്ന് തള്ളിയെന്നായിരുന്നു പ്രാഥമിക മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകമെന്ന് വ്യക്തമായി. എന്നാൽ കഴിഞ്ഞ 20 വർഷമായിട്ടും കൊല്ലപ്പെട്ടതാര്, കൊല ചെയ്തതാര് എന്നത് സംബന്ധിച്ച് പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊലപാതകം നടക്കുന്നതിന്റെ 6 മാസം മുൻപാണ് യുവതി പ്രദേശത്തെ CK ജോസഫ് എന്നയാളുടെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായി എത്തുന്നത്. ഇതിനു പിന്നാലെയാണ് കൊലപാതകം നടക്കുന്നത്. സംഭവത്തിൽ CK ജോസഫിന്റെ മകൻ സോണി ജോസഫ് അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് കേസിൽ വലിയ അട്ടിമറികൾ നടന്നെന്നാണ് ആരോപണം. ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റിയും കേസ് ഡയറിയിലെ മൊഴികൾ തിരുത്തിയും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അങ്ങാടിപ്പുറം സ്വദേശി അബ്ദു പറയുന്നു. ഈ കൊലക്കുറ്റം തെളിയിച്ചതിനടങ്ങും. ഈ കേസിന്റെ ഫയൽ മുഴുവൻ തിരുത്തി അന്ന് MB റഹീമായിരുന്നു CI. MB റഹീമിനെ 19 ദിവസം അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി പാണ്ടിക്കാട് CI വരദരാജനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. അന്ന് മുതൽ തുടങ്ങിയ അട്ടിമറിയാണിത്. സുപ്രധാന വിവരങ്ങൾ നൽകാൻ കഴിയുമായിരുന്ന സാക്ഷി രവീന്ദ്രന്റെ ദുരൂഹ മരണത്തിന് പിന്നിലും ബ്ലേഡ് കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടലുണ്ടെന്ന ആക്ഷേപവും അബു കോടതി അറിയിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറായ അബുവിനെ കേസിൽ പ്രതിയാക്കാനുള്ള നീക്കവും നടന്നു. കേസിൽ അബുവിന് പങ്കില്ലെന്ന് വ്യക്തമായതോടെ 2024 മാർച്ചിൽ ജീപ്പ് വിട്ടു നൽകി. അന്നു മുതൽ ഇങ്ങോട്ട് അബു യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ്. കേസന്വേഷണം ഏറ്റെടുത്ത CBI തിരുവനന്തപുരം യൂണിറ്റ് ജനുവരി 1-ന് എറണാകുളം CJM കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചു. വരും ദിവസം തന്നെ പെരിന്തൽമണ്ണയിലെത്തി അന്വേഷണം ആരംഭിക്കും. നേരറിയാൻ CBI എത്തുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. 2 പതിറ്റാണ്ടായി നിയമത്തെ കബളിപ്പിച്ച് പുറത്തിരിക്കുന്ന പ്രതികൾ ആരാണ്? എന്താണ് യുവതിയുടെ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം? കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.